നമസ്കാരം. പശ്ചിമേഷ്യൻ കടലിടുക്കുകളിൽ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങുകയാണ്. വൻതോതിലുള്ള സൈനിക വിന്യാസവുമായി അമേരിക്ക രംഗത്തെത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി അമേരിക്ക ഇറാൻമേൽ ആക്രമണം നടത്തുന്നില്ല, എന്നാൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട്. ഇറാന്റെ ഊർജ്ജ മേഖലകളെ അമേരിക്ക ആക്രമിക്കില്ല, പകരം അടുത്ത ഒരു 10 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 10-15 ദിവസത്തിനുള്ളിൽ ഊർജ്ജ നിലയങ്ങൾക്ക് മേൽ അമേരിക്ക ആക്രമിക്കില്ല. പക്ഷേ തങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന 15 പദ്ധതികൾ ഇറാൻ അംഗീകരിക്കണമെന്നുള്ളതായിരുന്നു പ്രസിഡന്റ് ട്രംപിന്റെ ആവശ്യം. എന്നാൽ ഇത് ഇറാൻ നിരാകരിക്കുന്ന സാഹചര്യത്തിലാണ് വലിയ രീതിയിലുള്ള സൈനിക വിന്യാസവുമായി അമേരിക്ക രംഗത്തെത്തുന്നത്. ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന തുടർച്ചയായ പ്രകോപനങ്ങളെ പ്രതിരോധിക്കാൻ എന്ന ലക്ഷ്യത്തോടെ ആയിരക്കണക്കിന് US മറീനുകളെയും അത്യാധുനിക യുദ്ധക്കപ്പലുകളെയുമാണ് പെന്റഗൺ മിഡിൽ ഈസ്റ്റിലേക്ക് നിയോഗിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഭീഷണി ഉയർത്തി വാണിജ്യ ടാങ്കറുകൾ പിടിച്ചെടുക്കാനുള്ള ഇറാന്റെ നീക്കങ്ങളെ ഏത് വിധേനയും ചെറുക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് വാഷിംഗ്ടണിന്റെ നീക്കം. US നാവികസേനയുടെ കരുത്തുറ്റ വിഭാഗമായ ബെറ്റൻ ആംഫിബിയൻസ് റെഡി ഗ്രൂപ്പും 26 മറീൻ എക്സ്പെഡിഷണറി യൂണിറ്റും ഇതിനകം തന്നെ മേഖലയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ഏകദേശം 2500ഓളം മറീനുകൾ അടങ്ങുന്ന സൈനിക സംഘത്തിന് കരുത്തേകാൻ USS ബെറ്റാൻ, USS കാറ്റൻ ഹാൾ തുടങ്ങിയ കൂറ്റൻ യുദ്ധക്കപ്പലുകളും ഒപ്പമുണ്ട്. കടൽമാർഗമുള്ള ഏത് അടിയന്തര സാഹചര്യത്തെ നേരിടാൻ പ്രാപ്തിയുള്ള സേനയുടെ സാന്നിധ്യം ഹോർമൂസ് കടലിടുക്കിലും ഒമാൻ ഉൾക്കടലിലും സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നാണ് US സൈനിക വൃത്തങ്ങൾ വിലയിരുത്തുന്നത്. അമേരിക്കൻ നാവികസേനയുടെയും മറീൻ കോർപ്സിന്റെയും ഏറ്റവും കരുത്തുറ്റതും സവിശേഷതവുമായ 2 സൈനിക വിഭാഗങ്ങളാണ് ബെറ്റൻ ആംഫിബിയൻസ് റെഡി ഗ്രൂപ്പും മറീൻ എക്സ്പെഡിഷണറി യൂണിറ്റും. ബെറ്റൻ ആംഫിബിയൻസ് റെഡി ഗ്രൂപ്പ് ഒരു കപ്പൽ പടയാണ്. കരയിലും കടലിലും ഒരുപോലെ ആക്രമണം നടത്താൻ ശേഷിയുള്ള യുദ്ധക്കപ്പലുകളുടെ ഒരു കൂട്ടമാണത്. ഇതിലെ പ്രധാന കപ്പൽ USS ബാറ്റാൻ ആണ്. ഇതൊരു ചെറിയ വിമാനവാഹിനി കപ്പലിന് സമാനമാണ്. ഹെലികോപ്റ്ററുകൾ കുതിച്ചുയരാൻ അധികം ദൂരം ആവശ്യമില്ലാത്ത യുദ്ധവിമാനങ്ങൾ, സൈനിക വാഹനങ്ങൾ എന്നിവ ഇതിൽ വഹിക്കാനാകും. ചുരുക്കത്തിൽ ഒരു തുറമുഖത്തിന്റെ സഹായമില്ലാതെ തന്നെ സൈനികരെയും ടാങ്കുകളെയും വിമാനങ്ങളെയും ഒരു വിദേശ രാജ്യത്തിന്റെ തീരത്തേക്ക് എത്തിക്കാൻ ഈ ഗ്രൂപ്പിന് സാധിക്കും. മറ്റൊന്ന് 26 മറീൻ എക്സ്പെഡിഷണറി യൂണിറ്റ് ആണ്. ഇതൊരു പ്രത്യേക ദ്രുതകർമ്മ സേനയാണ്. ഏകദേശം 2500 മറീനുകൾ, അതായത് കടൽമാർഗം യുദ്ധം ചെയ്യാൻ പരിശീലനം ലഭിച്ച സൈനികർ അടങ്ങുന്ന വിഭാഗമാണിത്. ലോകത്തിന്റെ ഏത് ഭാഗത്തും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ 6 മണിക്കൂറിനുള്ളിൽ പ്രതികരിക്കാൻ ഇവർ സജ്ജരാണ്. ഇവർക്ക് ആവശ്യമായ ആയുധങ്ങൾ, ഭക്ഷണം, ഇന്ധനം എന്നിവയുമായി മാസങ്ങളോളം സ്വതന്ത്രമായി യുദ്ധം ചെയ്യാൻ ഇവർക്ക് സാധിക്കും. യുദ്ധം ചെയ്യുക മാത്രമല്ല, കടൽ കൊള്ളക്കാരെ നേരിടുക, തടവിലാക്കപ്പെട്ടവരെ മോചിപ്പിക്കുക, ദുരന്തബാധിത പ്രദേശങ്ങളിൽ സഹായം എത്തിക്കുക തുടങ്ങിയവയ്ക്ക് ഇവരുടെ ചുമതലയാണ്. ഇവരുടെ പക്കൽ സ്വന്തമായ അറ്റാക്ക് ഹെലികോപ്റ്ററുകളുണ്ട്, ലോജിസ്റ്റിക് വാഹനങ്ങളുണ്ട്. കടലിലൂടെ സഞ്ചരിക്കുന്ന ഒരു സൈനിക നഗരം പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. കരയിൽ നിന്ന് വലിയ ദൂരമുള്ള കടലിൽ തമ്പടിക്കാനും അവിടെ നിന്ന് നിമിഷങ്ങൾക്കുള്ളിൽ ആകാശമാർഗമോ കടൽ മാർഗമോ ആക്രമണം നടത്താനും ഇവർക്ക് കഴിയും. ഹോർമൂസ് പോലെയുള്ള തന്ത്രപ്രധാന മേഖലകളിൽ ഇറാന്റെ നിയന്ത്രണങ്ങൾ മാറ്റിയെടുക്കാനും ഇറാൻ ഏതെങ്കിലും കപ്പലുകളെ തടയുന്നുണ്ടെങ്കിൽ അതിനെ ചെറുക്കാനുമൊക്കെ വളരെ വേഗത്തിൽ ഇടപെടാൻ ഈ ഗ്രൂപ്പുകൾക്ക് സാധിക്കുമെന്നതാണ് ഇവരുടെ പ്രസക്തി. നേരത്തെ തന്നെ F-35, F-16 യുദ്ധവിമാനങ്ങളെയും ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറായ USS തോമസ് ഹഡ്നെയൊക്കെ അമേരിക്ക ഈ മേഖലയിൽ വിന്യസിച്ചിരുന്നു. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 20% കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കുക എന്നതാണ് പെന്റഗണിന്റെ പ്രാഥമിക ലക്ഷ്യം. ജൂലൈ ആദ്യവാരം അന്താരാഷ്ട്ര കപ്പലുകൾ പിടിച്ചെടുക്കാൻ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ശ്രമങ്ങൾ US നാവികസേന ഇടപെട്ടാണ് തടഞ്ഞത്. ഇതിലൊരു കപ്പലിന് നേരെ ഇറാൻ സൈന്യം വെടിയുതിർത്തത് സാഹചര്യം കൂടുതൽ വഷളാക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള അധിനിവേശ നീക്കങ്ങൾ ആഗോള എണ്ണ വിപണിയെയും അന്താരാഷ്ട്ര സുരക്ഷയെയും ബാധിക്കുമെന്ന ആശങ്കയിലാണ് അമേരിക്ക ഉള്ളത്. എന്തായാലും നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് നീങ്ങാൻ താല്പര്യമില്ലെന്ന് ട്രംപ് പല ആവർത്തിക്കുമ്പോഴും ഇറാനെതിരെയുള്ള പ്രതിരോധം ശക്തമാക്കുന്ന നയം അമേരിക്ക ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നു. എന്നാൽ വിദേശ സൈന്യത്തിന്റെ സാന്നിധ്യം മേഖലയിൽ കൂടുതൽ അശാന്തിക്ക് കാരണമാകുമെന്നാണ് ഇറാന്റെ വാദം. ഇതോടെ പശ്ചിമേഷ്യയിലെ വീണ്ടും വലിയൊരു സൈനിക നീക്കത്തിന് കളമൊരുങ്ങിയിരിക്കുകയാണ്. തന്ത്രപ്രധാനമായി ഈ കടലിടുക്കിൽ അധികാരമുറപ്പിക്കാനുള്ള അമേരിക്കയുടെയും അല്ലെങ്കിൽ ടെഹ്റാന്റെയും, അതായത് ഇറാന്റെയും ശ്രമങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. എന്തായാലും അധികം നാൾ ഈ ഹോർമൂസ് കടലിടുക്കിനെ ബന്ധിയാക്കിക്കൊണ്ടുള്ള വിലപേശൽ ഇറാൻ തുടർന്നാൽ അത് അനുവദിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല എന്നുള്ളിടത്ത് ആക്രമണം ഏത് നിമിഷവും പ്രതീക്ഷിക്കാം.